നമസ്കാരം. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ബി.ജെ.പി. സർക്കാരിൻ്റെ അടിത്തറ ഇളകാനായിട്ട് പാകത്തിനുള്ളതായിരുന്നു. ലോക്സഭ പ്രതിപക്ഷ നേതാവായതിന് പിന്നാലെ സഭയിൽ മൈക്ക് കയ്യിലെടുത്തപ്പോൾ എല്ലാം തന്നെ മോദിയെയും ബി.ജെ.പിയെയും കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ കണക്കിന് കൊടുക്കുവാൻ രാഹുൽ ഗാന്ധി മറന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും തലയ്ക്ക് കൈവച്ച് മറുപടിയില്ലാതെയാണ് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടുനിന്നത്. എന്തായാലും ചക്രവ്യൂഹം പരാമർശം കൊള്ളേണ്ടിടത്ത് തന്നെയാണ് കൊണ്ടത് എന്നത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് അതുതന്നെ കൃത്യമായി ഇപ്പോൾ നടന്നിരിക്കുകയാണ്. രാഹുലിൻ്റെ വാക്കുകൾ ചെന്ന് തറച്ചത് ബി.ജെ.പി. നേതാക്കളുടെ ചങ്കിലാണ്. എന്തായാലും അടികൊണ്ട പാമ്പിനെ പോലെ ഇപ്പോൾ പക വീട്ടാനുള്ള മാർഗങ്ങൾ ബി.ജെ.പി. ആലോചിക്കുകയും ചെയ്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം അറിയിച്ചത്. താൻ കേന്ദ്ര ബജറ്റ് ചർച്ചയ്ക്കിടെ നടത്തിയ ചക്രവ്യൂഹം പരാമർശത്തിനിടെ തനിക്കെതിരെ ഇപ്പോൾ റെയ്ഡ് നടത്തുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതിയിട്ടതായിട്ടാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിലൂടെയാണ് ഇന്ന് വെള്ളിയാഴ്ച രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം തന്നെ അറിയിച്ചതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഇ.ഡി. വരട്ടെ, തനിക്ക് അവരോട് ചിലത് ചോദിക്കാനുണ്ടെന്നും അവരുടെ വരവിനായിട്ട് താൻ കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അവർക്കുള്ള ചായയും അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റും അടക്കം അടുത്തുള്ള കടയിൽ നിന്നും പോയി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇ.ഡിക്ക് നൽകുമെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എക്സിൽ ഇ.ഡിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഈ കാര്യം കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 2024 ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മധ്യവർഗത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകയാണ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി ജൂലൈ 29 ലോക്സഭയിൽ സംസാരിക്കവെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് കൂടാതെ തന്നെ ഭരണപക്ഷത്തെയും RSSനെയും അദാനി അംബാനി ഉൾപ്പെടെയുള്ള വ്യവസായികളെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തിയത്. ഈ വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തതാണ്. ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവർ തീർത്ത ആധുനിക പത്മവ്യൂഹത്തിൽ പെട്ടുകിടക്കുകയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അന്ന് രാഹുലിൻ്റെ ഈ ഒരു പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും ചെയ്തിരുന്നു. സഭയിലെ രാഹുലിൻ്റെ വാക്കുകളിൽ പ്രകോപിതരായിട്ടുള്ള ബി.ജെ.പി. നേതാക്കൾ അവർ കൂട്ടത്തോടെ എണീറ്റതിന് പിന്നാലെ പാർലമെന്റ് സംഘർഷഭരിതമായ അവസ്ഥയായി. ബി.ജെ.പി. നേതാക്കളുടെ ആക്രോശം ഉയർന്നപ്പോൾ രാഹുൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത്: നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ NSA, അംബാനി, അദാനി എന്നിവരുടെയൊക്കെ പേരുകൾ ഒഴിവാക്കുകയും 3 പേരുകൾ മാത്രം പരാമർശിക്കുകയും ചെയ്യാമെന്നാണ്. ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ ശക്തികളുണ്ട്, അതിനു മുന്നിൽ ശക്തികളുണ്ട്. കുത്തക മൂലധനമാണ് ഇതിലാദ്യത്തേത്. ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കുവാൻ 2 പേരെ അനുവദിക്കുന്നു. ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, ED, CBI, ആദായ നികുതി വകുപ്പ് എന്നിവയെല്ലാം തന്നെ ആ ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ചെറുകിട ഇടത്തരം വ്യവസായികൾ എന്നിവരെ ഈ ബജറ്റ് സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുൻപ് അഭിമന്യുവിനോട് ചെയ്തത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരോടും സ്ത്രീകളോടും കർഷകരോടും ചെറുകിടക്കാരോടും ഒക്കെ തന്നെ ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് ഈ രാജ്യത്തെ തകർത്തുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. എന്തായാലും പഴയതുപോലെ ഇനി ചാടിത്തുള്ളി വാതിലും കൊട്ടി തുറന്നുകൊണ്ട് ഇ.ഡിക്ക് രാഹുലിന് മുന്നിൽ എത്താനായിട്ട് സാധിക്കില്ല. കാരണം രാഹുൽ ഇന്ന് വെറുമൊരു MP മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് അടങ്ങിയ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതും ഇന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.